വലിയൊരു തലവേദനയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ സുപ്രീം കോടതി ജന്മാവകാശ പൗരത്വ കേസിൽ നേർവിപരീതമായൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തീരുമാനം വരാൻ ഭരണകൂടം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ മിഡ് ടേം ഇലക്ഷൻ കൂടെ കഴിയാൻ വേണ്ടി, അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേണം 100 മില്യൺ ആളുകളെ പുറത്താക്കാനെന്നൊക്കെ ആണ് ഒരു വിഭാഗം ആളുകൾ പേടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ പേടിയൊന്നും വേണ്ട എന്നാണ് ഈ വിധി തെളിയിക്കുന്നത്. സുപ്രീം കോടതി ഒരിക്കൽ കൂടി ആ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ചിരിക്കുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ, ജന്മാവകാശം ഇവിടെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണ്. അക്കാര്യത്തിൽ ഈഫും ബട്ടും ഒന്നുമില്ല. ആപ്പാടെ 2-3 കാര്യത്തിൽ മാത്രമേ അത് ഇല്ലാതിരിക്കുകയുള്ളൂ. നമ്മുടെ അമേരിക്കയെ ആക്രമിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇവിടെ വെച്ച് കുട്ടികളുണ്ടായാൽ അവർക്ക് പൗരത്വം കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നയതന്ത്രജ്ഞർ ആയിട്ട് വരുന്ന ഡിപ്ലോമാറ്റ്സ്, അവരുടെ മക്കൾക്ക് കിട്ടില്ല. പിന്നെ ഈ കപ്പലിൽ വരുന്ന ആളുകൾ, അവരുടെ മക്കൾ, കപ്പലിൽ വരുന്ന ആൾ വിദേശങ്ങളിൽ നിന്ന് വന്ന് അവരുടെ മക്കൾക്ക് കിട്ടില്ല. ഇങ്ങനെ 2-3 വിഭാഗക്കാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അമേരിക്കൻ മണ്ണിൽ ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം കിട്ടും. അപ്പോൾ അത് ഇല്ലീഗലായിട്ട് വന്നവരാണോ അല്ലെങ്കിൽ താൽക്കാലിക ജോലിക്ക് വന്നവരാണോ എന്നതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇതായിരുന്നു ചരിത്രപരമായ ഒരു തീരുമാനം. ഈ 14th ഭരണഘടനാ ഭേദഗതി തന്നെ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലാണ്. അമേരിക്കൻ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അമേരിക്കൻ പൗരത്വം. അതിൻ്റെ ചരിത്രം ഇതാണ്. ഈ ഡ്രഡ് സ്കോട്ട് വിധി എന്ന് നമ്മളിൽ പലരും ചരിത്രം പഠിക്കാത്തവർക്ക് അതിനെപ്പറ്റി അത്ര ധാരണയുണ്ടാവില്ല. അത് 1858 മറ്റോ വന്ന ഒരു വിധിയാണ്. അത് സുപ്രീം കോടതിയുടെ വിധി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് അമേരിക്കൻ പൗരത്വത്തിന് അവകാശമില്ല എന്നായിരുന്നു ആ വിധി. അപ്പോൾ അത് അന്ന് ഈ സിവിൽ വാർ, എബ്രഹാം ലിങ്കൻ്റെ കാലത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നതിന് ഒരു കാരണം അതായിരുന്നു, ഈ വിധി. അപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് സിവിൽ വാറിൽ വിജയിച്ചതിന് ശേഷം ഭരണഘടനയിൽ മാറ്റം വരുത്തിയത്, 14ാം ഭേദഗതി കൊണ്ടുവന്നത്. അമേരിക്കയിൽ ജനിക്കുന്ന ഒരാളുടെ പൗരത്വവും നിഷേധിക്കാൻ പറ്റില്ല. അതായത് കറുത്ത വർഗ്ഗക്കാരെയാണ് അന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് കാര്യമായിട്ട്. അവരെ ഒന്നും മാറ്റി നിർത്താനാവില്ല. അതിനാണ് ഭേദഗതി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ 1-2 കേസുകൾ, അതിനുശേഷം അധികം വൈകാതെയാണ് ഈ വോം കിം ആർക്ക് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് വംശജൻ അയാൾ ജനിക്കുന്നത്. അയാളുടെ മാതാപിതാക്കൾ ഇവിടെ പരിരക്ഷയുള്ളവരായിരുന്നു, നിയമപരമായിട്ട് നിൽക്കുന്നവരായിരുന്നു. പക്ഷേ 1882 മറ്റോ ഒരു നിയമം പാസ്സാക്കി ചൈനക്കാർക്ക് പൗരത്വം കൊടുക്കില്ല എന്ന്. അപ്പോൾ ഇങ്ങേരുടെ പേരൻസിന് പൗരത്വം കിട്ടാൻ അർഹതയില്ലാതായി. അപ്പോൾ ഇതിനിടയിൽ ഈ കിം ആർക്ക് ചൈനയിൽ പോയിട്ട് 1890കളിൽ അമേരിക്കയിലേക്ക് തിരിച്ചു വന്നപ്പം ലോസ് ആഞ്ചലസിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾ ഇവിടെ കയറാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇവിടെ അർഹതയില്ലാന്നും പറഞ്ഞ്, നിങ്ങൾ പൗരനൊന്നും അല്ല എന്ന് പറഞ്ഞ്. അതിനെതിരെ അദ്ദേഹം കോടതി കയറി. ആ കേസ് സുപ്രീം കോടതിയിലെത്തി. അങ്ങനെ 1898 കോടതി വിധി വന്നു. ഈ കിം ആർക്ക് അമേരിക്കയിൽ ജനിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അമേരിക്കൻ പൗരത്വം നിഷേധിക്കാനാവില്ല എന്നായിരുന്നു കോടതിയുടെ വിധി. അപ്പോൾ ആ വിധിയാണ് ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കോടതികളും സർക്കാരും എല്ലാം. ആ വിധി അനുസരിച്ചാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ട്രംപ് ഭരണമേറ്റ ഉടൻ തന്നെ, ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം ഒപ്പിട്ടത് ഈ ജന്മാവകാശ പൗരത്വമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്നവർ, അതുപോലെ തന്നെ താൽക്കാലിക ജോലിക്ക് വരുന്നവർ, അവരുടെ മക്കൾക്ക് പൗരത്വത്തിന് അവകാശമില്ലാന്ന് ഉത്തരവിട്ടു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഈ ഭരണഘടനാ ഭേദഗതിയിൽ ഒരു വാചകം, ഒരു ആഡ്ജക്റ്റീവ്, ഒരു വിശേഷണമുണ്ട്. അതായത് അമേരിക്കയിൽ ജനിക്കുന്നവരും ആൻഡ് ടു ദ ജൂറിസ്ഡിക്ഷൻ ദെയർ ഓഫ്, ഈ അമേരിക്കൻ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിലുള്ളവരും, അമേരിക്കയുടെ അധികാരപരിധിക്ക് കീഴിലുള്ളവരും. അപ്പം ട്രംപ് വിശദീകരിച്ചത് ഈ ഇല്ലീഗലായിട്ട് വരുന്നവരും അതുപോലെ തന്നെ ഈ താൽക്കാലിക ജോലിക്ക് വരുന്നവരും അവരൊന്നും അമേരിക്കൻ ജൂറിസ്ഡിക്ഷൻ, അമേരിക്കയുടെ അധികാരപരിധിക്ക് കീഴിൽ വരുന്നവരല്ല. അവർ മറ്റ് രാജ്യങ്ങളുടെ അധികാരപരിധിക്ക് കീഴിൽ വരുന്നവരാണ്. അതുകൊണ്ട് അവരുടെ മക്കൾക്ക് പൗരത്വത്തിന് അവകാശമില്ല എന്നാണ് ട്രംപ് വിശദീകരിച്ചത്. പക്ഷേ കോടതി പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ ജനിച്ച എല്ലാവർക്കും പൗരത്വം കൊടുക്കണമെന്നാണ് ഈ ഭേദഗതി പറയുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതത്ര എളുപ്പമല്ല. സെനറ്റിലും കോൺഗ്രസിലും 3/2 ഭൂരിപക്ഷം വേണം. പിന്നെ ഈ 4/3 സ്റ്റേറ്റുകൾ അംഗീകരിക്കണം. ഇത്രയും വലിയ ചടങ്ങാണ് ഈ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അതുകൊണ്ട് അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല തൽക്കാലത്തേക്കെങ്കിലും. അതുപോലെ മൃഗീയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വലിയൊരു റിലീഫാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 ജഡ്ജിമാർ അനുകൂലിച്ചു. പ്രത്യേകിച്ച് 3 സ്ഥിരം ലിബറൽ ജഡ്ജിമാരുണ്ട്, നമുക്കറിയാം.
പിന്നെ അവരെപ്പോഴും ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൺസർവേറ്റീവ് ജഡ്ജിമാർ 6 പേര് അവരെടുക്കുന്ന തീരുമാനത്തിനെതിരായിട്ടായിരിക്കും അവരുടെ തീരുമാനങ്ങൾ. ഇവിടെ ഇപ്പം 2 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ജോൺ ജി റോബർട്ട്സും അതുപോലെ തന്നെ ഏമി കോണി ബാരറ്റ്, അവരും ഈ ലിബറൽസിനോട് ചേർന്ന് 5 പേര്, അങ്ങനെ 5 പേരുടെ ഭൂരിപക്ഷമായി. ഇത് ഭരണഘടനാപരമായ ഒരു കാര്യമാണ്. അത് അക്കാര്യത്തിൽ തീരുമാനം അപ്പം ട്രംപിൻ്റെ ഉത്തരവിന് സാധുതയില്ല എന്ന് വിധിച്ചു. മറ്റൊരു ജഡ്ജി ബ്രെറ്റ് കാവന, അദ്ദേഹവും പിന്നെ ഈ ട്രംപിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നതല്ല എന്ന് വിധിച്ചു. പക്ഷെ അത് ഭരണഘടന വെച്ചല്ല അദ്ദേഹം പറഞ്ഞത്, അത് ഫെഡറൽ ലോ വെച്ച് ട്രംപിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നതല്ല എന്ന് അദ്ദേഹം വിധിച്ചു. അപ്പോൾ അങ്ങനെ ഫലത്തിൽ 6 പേര് ഈ ട്രംപിൻ്റെ ഉത്തരവിനെതിരെ രംഗത്ത് വന്നു. 5 പേര് ഇത് ഭരണഘടനാ പ്രകാരം ശരിയല്ല എന്ന് പിന്നെ വിധിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയിപ്പം പിന്നെ ഒരു കോടതിയിലും എളുപ്പത്തിലൊന്നും പിന്നെ ഇതിനെതിരെ ഒരു വിധി കൊണ്ടുവരാനാവില്ല. ഇനി ആകപ്പാടെ ചെയ്യാനുള്ള കാര്യം പിന്നെ ഭരണഘടനാ ഭേദഗതിയാണ്. അത് നടക്കുന്ന കാര്യവുമല്ല. വാസ്തവം പറഞ്ഞാൽ എന്തോ ഒരു റിലീഫാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ പിന്നെ ഈ കുടിയേറ്റക്കാർ, പൊതുവിൽ കുടിയേറ്റക്കാരെ വില്ലന്മാരായി ചിത്രീകരിക്കുകയും അവർ പോയി തൊലയട്ടെ, അവർ പോയി ചാകട്ടെ. ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കക്ഷി പറഞ്ഞാണ്, ഹെയ്ത്തിയിൽ നിയമസമാധാനവും സംരക്ഷണവും ഒന്നുമില്ല, അങ്ങോട്ട് വിട്ടാൽ എന്താ കുഴപ്പം, അവർ ഹെയ്ത്തിക്കാർ ഹെയ്ത്തിയിൽ ജീവിക്കേണ്ടവരാണ്, അവരാരും ഇങ്ങോട്ട് വരേണ്ടവരല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരും കൂടെ ഇവിടെ ജീവിച്ചോട്ടെ. ഈ അമേരിക്ക ഇത്രയും വലിയ രാജ്യമാണ്, കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രാജ്യമാണ്. അതിനു പുറമെ ഈ രാജ്യത്തിന് ആളെയും ആവശ്യമുണ്ട്. ആ രീതിയിലല്ല ചിന്തിക്കുന്നത് ഇവരെല്ലാം. പിന്നെ ഈ പ്രത്യേകിച്ച് വെള്ളക്കാരല്ലാത്തവരാകുമ്പം ഇവരെല്ലാം ഒരു ശല്യക്കാരായി മാറുന്നു എന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം കണക്കാക്കുന്നത്. അതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഇങ്ങനെ വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിലൊക്കെ തന്നെ 47% പേര് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ, ഫുഡ് സ്റ്റാമ്പും അതുപോലെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്ന്. എന്തായാലും ഇന്ത്യക്കാർ ആ കൂട്ടത്തിൽ അത്രയധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്ക് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ. എങ്ങനെയായാലും ഈ വിധി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഈ പൗരത്വമാണ് നമ്മുടെ അടിസ്ഥാന അവകാശം. ആ അവകാശത്തിൽ നിന്നാണ് മറ്റവകാശങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. അതുള്ളപ്പോഴാണ് മറ്റവകാശങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ ഈ റൈറ്റിൻ്റെ എല്ലാ അവകാശങ്ങളുടെയും അടിസ്ഥാനം ആ പൗരത്വം. അപ്പോൾ അതങ്ങനെ നിഷേധിക്കാനൊന്നും ആവില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നവർ ഈ മണ്ണിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ ചരിത്രപ്രധാനമായ വിധി. എന്തായാലും ഒരു ആശങ്ക ഒഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അത്ര പേടിക്കേണ്ടതില്ല. ഈ 100 മില്യൺ പേരെയൊക്കെ ഇനി മിഡ് ടേം ഇലക്ഷൻ കഴിഞ്ഞ് പുറത്താക്കുമോ ഇല്ലയോ എന്ന് അതുമാത്രം ഇനി കണ്ടാൽ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നിപ്പം കോടതി ഒരിക്കൽ കൂടി അതിൻ്റെ ആ അധികാരം പിന്നെ ശക്തമായിട്ട് പുറത്ത് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റു പല കേസുകളിലും പിന്നെ ട്രംപിന് അനുകൂലമായിട്ട്, മിക്കവാറും എല്ലാ കേസുകളിലും ട്രംപിന് അനുകൂലമായിട്ടാണ് വിധിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സുപ്രധാന കേസുകളിൽ ഇങ്ങനെ മാറ്റം വരുന്നത് വലിയൊരു കാര്യം തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫ്, ഒരു ആശ്വാസം തന്നെ.